പ്രിയമുള്ളവരെ, തൃശൂർ വിമല കോളേജ് ഓട്ടോണമസ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരു കവിതയാണ്. അനുമോൾ CA എഴുതിയ ഒരു വീടുണ്ടാക്കിയ കഥ. മദ്രാസ് സർവകലാശാലയിൽ നിന്നും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനുമോൾ WTP എന്ന ഓൺലൈൻ മാസികയിലും ആനുകാലികങ്ങളിലും കവിത എഴുതി വരുന്നു. നമുക്ക് അനുമോളുടെ കവിത കേൾക്കാം. ഒരു വീടുണ്ടാക്കിയ കഥ. മഴ വരുമ്പോഴാത്രേ അരണകള് വീടിനെപ്പറ്റി ഓർക്കണത്. ആ സമയത്ത് അപ്പോ മാത്രം അവറ്റകള് മറന്നുപോയ 100,000 കടങ്കഥകൾക്ക് ഒറ്റയിരിപ്പിൽ ഉത്തരം കണ്ടുപിടിക്കും. ജീവനുള്ളവയൊന്നും തന്നെ അപ്പോ അതിൻ്റെ അടുത്തേക്ക് പോവാത്തതാണല്ലേ. അരണകൾ ഓർമ്മകൾ വീണ്ടെടുക്കുക എന്ന് വെച്ചാല് ആകാശവല്ലികളെ പോലെ ചുറ്റിലും പടർന്ന് അടുത്തുള്ളതിനെയൊക്കെ വലിഞ്ഞു മുറുക്കണ പോലെയാണ്. അതുകൊണ്ട് അരണകൾ വീടുണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി വീടുണ്ടാക്കിയ കഥ കേട്ട് നിങ്ങൾ ആരും പേടിക്കരുത്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീടിന് പുറത്തേക്ക് തുറക്കുന്ന ജനലുകളില്ല. പകരം അകത്തേക്ക് നോക്കുന്ന കണ്ണുകളെയാണ് വെച്ചിരിക്കുന്നത്, അതും പുറകുവശത്ത്. വീടിനകത്തേക്ക് കടക്കാൻ ഒരുപാട് വഴിയുണ്ട്. പക്ഷേ അതിൻ്റെ മുൻവശത്തേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലകറക്കം വന്നേക്കാം. കാരണം പച്ചവെള്ളം പോലും കൊടുക്കാഞ്ഞ് ദാഹിച്ച് ചത്തുപോയ വാക്കുകളെ അടക്കം ചെയ്ത പൊണ്ണുള്ള നാക്കുകളുടെ പത്തി വിടർത്തിയ ചിത്രങ്ങളാണ് അതിൻ്റെയൊക്കെ ഉമ്മറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതിസാഹസികമായി നിങ്ങൾ ആരേലും അതിനകത്ത് പെട്ടുപോവുകയാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തൊടാതെ വെച്ച് തഴമ്പിച്ച ഓർമ്മകൾ ഓരോന്നിനെയും മുറുകെ പിടിച്ച കൈപ്പത്തി കൊണ്ടുള്ള മേൽക്കൂര നിങ്ങളെ ഒടുക്കത്തെ മഴയിലും സൂക്ഷിക്കും. കടങ്കഥകൾക്ക് ഉത്തരവും കണ്ടുപിടിച്ച് നിങ്ങൾക്കവിടെ സുഖമായി മരിക്കുന്നിടത്തോളം കാലം ജീവിക്കാം.